ഹലോ എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റിൻ്റെ പ്രോസസ്സും ബാക്കി കാര്യങ്ങളെക്കുറിച്ചുള്ളതും പാർട്ടീസ് ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാനൊരു വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഏറ്റവും ആദ്യം അത് കാണുക, എന്നാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാവുകയുള്ളൂ. സോ ടൈപ്സ് ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ പലതരത്തിലുള്ള LC നമുക്ക് ഇഷ്യൂ ചെയ്യാം. ഇഷ്യൂയിങ് ബാങ്കിന് പലതരത്തിലുള്ള LC ഇഷ്യൂ ചെയ്യാം. അതുപോലെ തന്നെ അഡ്വൈസിങ് അല്ലെങ്കിൽ നോമിനേറ്റഡ് ബാങ്കിന് അത് ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ബേസിൽ പല ടൈപ്പ് ഓഫ് LC നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആക്സെപ്റ്റൻസ്, റിവോക്കബിൾ, ഇറിവോക്കബിൾ, കൺഫേംഡ്, ട്രാൻസ്ഫറബിൾ, ബാക്ക് ടു ബാക്ക്, റെഡ് ക്ലോസ്, ഗ്രീൻ ക്ലോസ്, റിവോൾവിംഗ്, അങ്ങനെ കുറേ തരത്തിലുള്ള LCs ഉണ്ട്. സോ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. സോ അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ടൈപ്സ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് JBയുടെ മോഡ്യൂൾ Bയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മിനിമം 5 to 6 മാർക്സോളം ക്വസ്റ്റ്യൻ ഡയറക്റ്റിലായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണിത് LC. അപ്പോൾ നിങ്ങൾ എന്തായാലും വിടാണ്ട് തന്നെ മോഡ്യൂൾ B പഠിക്കുന്നുണ്ടോ, അതുണ്ടെങ്കിൽ Bയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് ഇത് കവർ ചെയ്തിരിക്കണം കേട്ടോ. സോ ടൈപ്സ് ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റിന് പഠിക്കുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം കൂടി അറിയണം. UCP 600 ഇങ്ങനൊരു വേർഡും കൂടി ഉണ്ട്, UCP 600. അതായത് യൂണിഫോം കസ്റ്റമേഴ്സ് ആൻഡ് പ്രാക്ടീസസ് ഫോർ ഡോക്യുമെൻ്ററി ക്രെഡിറ്റ്. ഈ LC ഒക്കെ ഇത് ഞാൻ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇത് ഇൻ്റർനാഷണൽ ട്രേഡാണ്. അപ്പോൾ തന്നെ നമ്മൾ പല കൺട്രീസും പല തരത്തിലുള്ള റൂൾസ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന കൺട്രീസാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് ഒരു യൂണിഫോം പ്രാക്ടീസ് എന്തായാലും ഫോളോ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ഒരു LC അപ്പുറത്തെ കൺട്രിയിൽ പോയിട്ട് അത് ക്യാഷായി മാറാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നെങ്കിൽ ഒരു യൂണിഫോം പ്രാക്ടീസസ് ഓൾ വേൾഡിൽ തന്നെ ഒരു പ്രാക്ടീസ് ഫോളോ ചെയ്യണം. അപ്പോൾ ഈ LC പ്രൊഡ്യൂസ് ചെയ്യലും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ആരുടെ UCP 600ൻ്റെ റൂൾസ് റെഗുലേഷൻസ് അനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറയാൻ പോകുന്ന പല LCയിലും ചിലത് UCP 600 അപ്രൂവ് ചെയ്യുന്നുണ്ട്, ചിലത് അപ്രൂവ് ചെയ്തില്ല. അങ്ങനെ പല LC പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. UCP 600 അപ്രൂവ് ചെയ്യുന്നതാണെങ്കിൽ ദാറ്റ് വിൽ ബി ആക്സെപ്റ്റബിൾ ടു എവ്രി വൺ. എവിടെയായാലും അത് എടുക്കാൻ പറ്റും, അങ്ങനെയാണ്. അപ്പോൾ ദിസ് സെറ്റ് ഓഫ് റൂൾസ് അഗ്രീഡ് ബൈ ദി ഇൻ്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സ്. ഇൻ്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് ആക്ച്വലി UCP 600 കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാത്രമാണ്. അപ്പോൾ ഈ ജസ്റ്റ് ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ അപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കേൾക്കുമ്പോഴത്തേനും നമുക്ക് തോന്നും അയ്യോ ഇങ്ങനെയൊക്കെ നടക്കുമോ. അപ്പം ചിലത് UCP 600 അപ്രൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അത് വേണമെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, അങ്ങനെയുള്ള ടൈപ്സും വരാറുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആക്സെപ്റ്റൻസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഏറ്റവും ആദ്യത്തെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ സൈറ്റ് LC. ഈ വേർഡിൽ തന്നെയുണ്ട്. ഇത് നോർമലായ സാധാരണ നമ്മൾ ചെയ്യുന്ന LC ആണ്. ഓർഡിനറി ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് ഈ സൈറ്റ് ക്രെഡിറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അതായത് സാധാരണ എങ്ങനെയാണ്, ബയ്യറുടെ ബാങ്കിനെ അപ്രോച്ച് ചെയ്യും, LC പ്രൊഡ്യൂസ് ചെയ്യും, LC എന്ത് ചെയ്യും, അത് നോമിനേറ്റഡ് ബാങ്കിന് കൊടുക്കും. നോമിനേറ്റഡ് ബാങ്ക് അത് വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്ത ശേഷം ആർക്കത് സെല്ലർക്ക് LC കൊടുക്കും. LC കൊടുത്തിട്ട് ഷിപ്മെൻറ്റ് നടക്കും അല്ലേ, ബയ്യർക്ക് അത് ഷിപ്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഷിപ്മെൻറ്റ് ചെയ്ത ശേഷം സെല്ലർക്ക് ഒരു ഡോക്യുമെൻറ്റ് കിട്ടും അല്ലേ, ബിൽ ഓഫ് ലാഡിങ്. അതിൻ്റെ ഡോക്യുമെൻറ്റ് എവിടെ കൊടുക്കും, നോമിനേറ്റഡ് ബാങ്കിൽ തിരിച്ചേൽപ്പിക്കും. ആ റിവേഴ്സ് സർക്കിളിൽ തന്നെ ഈ സമയത്ത് തന്നെ റിവേഴ്സ് സർക്കിളിൽ. അപ്പോൾ സെല്ലറുടെ പാർട്ട് അവിടെ വെച്ച് തീരുകയാണ്. സെല്ലർ എന്ത് ചെയ്ത് ആ ഡോക്യുമെൻറ്റ് തിരിച്ച് ഓൾറെഡി ഷിപ്മെൻറ്റഡ് എല്ലാ കാര്യങ്ങളും ഞാനത് ഷിപ്പ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ആ ഡോക്യുമെൻറ്റ്സ് ഷിപ്മെൻറ്റ് കിട്ടിയ ഡോക്യുമെൻറ്റ്സ് എവിടെ നോമിനേറ്റഡ് ബാങ്കിൽ ഏൽപ്പിക്കും. ബൈ ദ ടൈം ഇറ്റ് സെൽഫ് ആ സമയത്ത് തന്നെ സെല്ലർ എന്താണ് പൈസ കിട്ടാനുള്ള എല്ലാ റൈറ്റും ഉള്ള ആളായി കഴിഞ്ഞു. അപ്പോൾ ആ സമയം തന്നെ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് നോമിനേറ്റഡ് ബാങ്ക് കൊടുക്കുകയാണ്. എങ്ങനെ വെരിഫൈ, അതായത് ഇഷ്യൂയിങ് ബാങ്കിന് വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നേരത്തെ കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് വർത്തിനെസ്സിൽ ഡോക്യുമെൻ്റ് കൊടുക്കുന്ന ആ സമയം തന്നെ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഫോർ ദ ബിൽസ് ഡോൺ ബൈ ദ ബെനിഫിഷ്യറി. ഇയാൾ കൊണ്ടുവരുന്ന ബിൽസിന് ഡോക്യുമെൻസിൻ്റെ ബിഹാഫിൽ എന്ത് ചെയ്യും, നോമിനേറ്റഡ് ബാങ്ക് ഇമ്മീഡിയറ്റ്, കാരണം അയാളുടെ പാട്ട് അവിടെ സെല്ലറുടെ പാട്ട് ആ ഇത് കഴിഞ്ഞ് തീരുവാണ്. സാധാരണ എന്ന് വെച്ചാൽ LC തിരിച്ച് നോമിനേറ്റഡ് ബാങ്കിൽ ചെല്ലും, ഇഷ്യൂയിങ് ബാങ്കിൽ പോകും, ഇഷ്യൂ ബാങ്ക് ബയ്യർ ചെല്ലും, അങ്ങനെ ആ സർക്കിൾ പിന്നെയും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ശരിക്കും സെല്ലറുടെ പാട്ട് കഴിഞ്ഞു, ഷിപ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു, ഡോക്യുമെൻറ്റ്സ് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. സോ സെല്ലർക്ക് ബൈ ദ ടൈം എന്താണ് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് നോമിനേറ്റഡ് ബാങ്കിൽ നിന്ന് ക്യാഷ് കിട്ടുകയാണ്. ഇങ്ങനെയുള്ള LCനെയാണ് ആക്സെപ്റ്റൻസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ സൈറ്റ് LC. അപ്പം തന്നെ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ലഭിക്കും. അതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് LC. സെക്കൻഡ് റിവോക്കബിൾ ക്രെഡിറ്റ്. റിവോക്കബിൾ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ LC നമ്മളെന്ത് ചെയ്യും, LC പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് അഡ്വൈസിങ് ബാങ്ക് ത്രൂ ഇങ്ങനെ വരും അല്ലേ. സപ്പോസ്
ചില സമയത്ത് ഈ റിവോക്കബിൾ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഈ എൽ സിയുടെ കാര്യങ്ങളൊക്കെ, അപ്പോൾ ഇഷ്യൂയിങ് ബാങ്കാണ് എൽ സി എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇഷ്യൂയിങ് ബാങ്ക് ഈസ് ഓപ്പണിംഗ് ദ എൽ സി. ഈ ഇഷ്യൂയിങ് ബാങ്ക് എൽ സി ഓപ്പൺ ചെയ്തേല കുറേ കണ്ടീഷൻസും ക്ലോസും ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ മൊത്തമായിട്ട് എൽ സി ക്യാൻസൽ ചെയ്യും വിത്തൗട്ട് ആസ്കിങ് ദ പെർമിഷൻ ഓഫ് എ സെല്ലർ ഓർ അഡ്വൈസിങ് ബാങ്ക്. ഇവർ രണ്ടുപേരോടും ചോദിക്കാണ്ട് ഈ എൽ സി കൊടുത്ത ശേഷം അത് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അത് അമെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയോ ക്യാൻസൽ ചെയ്യുകയോ എന്ത് ചെയ്താലും ഇങ്ങനെയുള്ള എൽ സി എന്ന് വെച്ചാൽ സെല്ലർക്കോ അഡ്വൈസിങ് ബാങ്കിന് യാതൊരു വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ നൽകുന്നില്ല. അതായത് എൽ സി ക്രെഡിറ്റ് ദാറ്റ് ക്യാൻ ബി അമെൻഡഡ് ഓർ ക്യാൻസൽഡ് ബൈ ദി ഇഷ്യൂയിങ് ബാങ്ക് വിത്തൗട്ട് പ്രയർ നോട്ടീസ് ടു ദ ബെനിഫിഷ്യറി. However, if any negotiating bank has acted on the credit, അപ്പോൾ ഇങ്ങനെയുള്ള എൽ സി ആണ് ശരിക്കും പറഞ്ഞാൽ റിവോക്കബിൾ എൽ സി എന്ന് പറഞ്ഞാൽ. ഇതാണ് ഞാൻ പറഞ്ഞത്, റിവോക്കബിൾ എൽ സി ഒന്നും UCP 600 അപ്രൂവ് ചെയ്യുന്ന എൽ സീസ് അല്ല. കാരണം വിത്ത് സെല്ലർ എങ്ങനെ പ്രൊട്ടക്റ്റഡ് ആണ് അവിടെ, സെല്ലർ ഒരു തരത്തിലൂടെ പ്രൊട്ടക്റ്റഡ് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള എൽ സീസ് UCP 600 ഫോളോ ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ ഇങ്ങനെയുള്ള എൽ സീസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഈ അഡ്വൈസിങ് ബാങ്ക് ഷിപ്മെൻ്റ് എല്ലാം നടത്തിയ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ എൽ സി വന്ന ശേഷം ഷിപ്മെൻറ്റ് നടത്തിയ ശേഷം അതിന് മുന്നേ തന്നെ അഡ്വൈസിങ് ബാങ്കിലേക്ക് ഡോക്യുമെൻറ്റ് ബിൽ ഓഫ് ലാഡിങ് എത്തി, ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂയിങ് ബാങ്കിനൊക്കെ കൊടുത്തു, അങ്ങനെയുള്ള പ്രോസസ്സ് എല്ലാം നടന്നു കഴിഞ്ഞെങ്കിൽ ഇഷ്യൂയിങ് ബാങ്ക് ലയബിളാണ് കൊടുക്കാനായിട്ട്. പക്ഷേ അതൊന്നും നടക്കാത്തതിന് മുന്നേ തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റും അല്ലെങ്കിൽ വകുപ്പും റിവോക്കബിൾ എൽ സിയിൽ ഉണ്ട്. അതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് എൽ സി എന്ന് വെച്ചാൽ റിവോക്കബിൾ ക്രെഡിറ്റ്. വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. സോ തേർഡ് ടൈപ്പ് ഇറിവോക്കബിൾ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ബയ്യർ എൽ സി ഓപ്പൺ ചെയ്തിട്ട് അത് അഡ്വൈസിങ് ബാങ്ക് ത്രൂ എത്തി ഷിപ്മെൻറ്റ് നടത്തിയിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അഡ്വൈസിങ് ബാങ്കിൽ കൊടുത്തു, അഡ്വൈസിങ് ബാങ്ക് അത് ഇഷ്യൂയിങ് ബാങ്കിന് കൊടുത്തു. എന്തൊക്കെ നടത്തി കഴിഞ്ഞാലും വൺസ് എൽ സി ഈസ് പ്രൊഡ്യൂസ്ഡ്, എൽ സി ഇവിടുന്ന് ഓൾറെഡി പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ, ഓപ്പൺ ആയി കഴിഞ്ഞാൽ, വിത്തൗട്ട് പെർമിഷൻ ഓഫ് ദ സെല്ലർ ആൻഡ് ദ അഡ്വൈസിങ് ബാങ്ക്, അവരോട് ചോദിക്കാണ്ട് തന്നെ അതിൽ ഒരു ക്ലോസ് അമെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലൊരു ക്ലോസും ചേഞ്ച് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ ഉള്ള റൈറ്റ് ഇഷ്യൂയിങ് ബാങ്കിന് ഇല്ല. ദാറ്റ് ഈസ് ഇറിവോക്കബിൾ എൽ സി. ഇങ്ങനെയുള്ള എൽ സി ആണ് നോർമൽ എൽ സീസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ അതിൽ ഇറിവോക്കബിൾ എന്നുള്ള സ്പെസിഫിക് വേർഡ് ഇല്ലെങ്കിൽ കൂടിയും നമ്മുടെ എല്ലാ എൽ സീസും, സാധാരണയുള്ള എല്ലാ എൽ സീസും ഇറിവോക്കബിൾ ആണ്, ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള എൽ സീസ് ആണ് UCP 600 അപ്രൂവൽ ത്രൂ ഉള്ളത്. ബാക്കിയുള്ള എൽ സീസിന് റിവോക്കബിളിനൊന്നും അപ്രൂവൽ ഉണ്ടാവില്ല. ഓക്കെ, സോ ഇതാണ് തേർഡ് ടൈപ്പ്. ദെൻ കൺഫേംഡ് ക്രെഡിറ്റ്, അതാണ് അടുത്ത ടൈപ്പ് ഓഫ് എൽ സി എന്ന് വെച്ചാൽ കൺഫേംഡ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സാധാരണ ഞാൻ പറഞ്ഞു ഇഷ്യൂയിങ് ബാങ്ക് ഉണ്ട്, ബയ്യർ, അഡ്വൈസിങ് ബാങ്ക്, സംടൈംസ് എന്താണ് കൺഫേമിംഗ് ബാങ്ക് കൂടിയുണ്ട്. കൺഫേമിംഗ് ബാങ്ക് എന്ന് വെച്ചാൽ ഇഷ്യൂയിങ് ബാങ്ക് ക്യാഷ് തരും എന്നുള്ള ഇഷ്യൂയിങ് ബാങ്ക് ക്രെഡിബിലിറ്റി ബാക്കിയുള്ള കാര്യങ്ങളും ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യും. സെല്ലർക്ക് കൺഫേം ചെയ്യും ദാറ്റ് ബാങ്ക് ഈസ് ഓക്കെ, യു ക്യാൻ പ്രൊസീഡ് ടു ഷിപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കൺഫേം ചെയ്യും. ഇങ്ങനെയുള്ള സമയത്ത് the advice to credit to the beneficiary add its own confirmation to the credit, then the credit would be called confirmed credit. ഇങ്ങനെ ചെയ്യുന്ന എൽ സീസ് കൺഫേമിംഗ് ബ്രാഞ്ച് സെക്കൻഡ് ടൈപ്പ് ഒപ്പീനിയൻ കൂടെ എടുത്ത് നടത്തുന്ന എൽ സീസിനെയാണ് കൺഫേംഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ അഡ്വൈസിങ് ബാങ്ക് മാത്രമല്ല അതിൽ ഇൻവോൾവ്ഡ്, കൺഫേമിംഗ് ബ്രാഞ്ച്, അതായത് രണ്ട് ബാങ്ക് കൺഫേം ചെയ്യണം, ഇഷ്യൂയിങ് ബാങ്ക് വിൽ പേ എന്നുള്ള രീതിയിൽ കൺഫേം ചെയ്യണം. When beneficiary draws a bill under LC, he is liable to the drawee fails to make the payment. These kind of bills are called recourse LCs. The beneficiary can exclude liability by adding to the bill following words without recourse. അതായത് വേറൊന്നുമല്ല, കൺഫേമിംഗ് ബ്രാഞ്ച് ആരെയാണ് കൺഫേം ചെയ്യുന്നത്? ഇഷ്യൂയിങ് ബാങ്കിനാണ് കൺഫേം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള എൽ സി എസ് സംടൈംസ് ബയ്യർ ഡീഫോൾട്ട് ചെയ്താൽ പോലും, മെയിൻലി ഷിപ്മെൻറ്റ് കിട്ടുമ്പോൾ, പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ബയ്യറാണ് ക്യാഷ് അയക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ത്രൂ ഇഷ്യൂയിങ് ബാങ്ക് ത്രൂ. ഈവൻ ദോ ബയ്യർ ഡീഫോൾട്ട് ചെയ്താൽ പോലും ഇഷ്യൂയിങ് ബാങ്ക് ഈസ് ലയബിൾ ടു ഗീവ് ദറ്റ് പർട്ടിക്കുലർ എമൗണ്ട്. കൺഫേംഡ് ക്രെഡിറ്റിൻ്റെ കേസിൽ അതാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ്. കൺഫേംഡ് ക്രെഡിറ്റ് ആണ് വിത്ത് കൺഫേമിംഗ് ബ്രാഞ്ച് ത്രൂ കൺഫേംഡ് ക്രെഡിറ്റ് ആണ് വരുന്നതെങ്കിൽ ബയ്യർ ഡിഫോൾട്ട് ചെയ്താൽ പോലും ബാങ്ക് ലയബിൾ ആണ് ആ ഷിപ്മെൻറ്റ് കഴിഞ്ഞാൽ ആ ക്യാഷ് അവർക്ക് കൊടുക്കുക എന്നുള്ളത് ഇഷ്യൂയിങ് ബാങ്കിൻ്റെ ലയബിലിറ്റിയാണ്.
അങ്ങനെയുള്ള സമയത്ത് അതിനുള്ള ഒരു റീകോഴ്സ് ക്രെഡിറ്റ് എന്ന് പറയും. ദ ബെനിഫിഷ്യറി ക്യാൻ എക്സ്ക്ലൂഡ് ലയബിലിറ്റി, വേണമെങ്കിൽ ലയബിലിറ്റി ഇല്ലാണ്ടിരിക്കാൻ വിത്തൗട്ട് റീകോഴ്സ് എന്നുള്ള ഒരു വേർഡും കൂടി അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറയണം. അപ്പോൾ കൺഫേംഡ് ക്രെഡിറ്റ് ആണെങ്കിൽ അതിൽ ഡെഫിനറ്റ്ലി ക്രെഡിറ്റ് വന്നിരിക്കും. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ട്രാൻസ്ഫറബിൾ ക്രെഡിറ്റ് നെക്സ്റ്റ് ടൈപ്പാണ് ട്രാൻസ്ഫറബിൾ ക്രെഡിറ്റ്. ഇതിൻ്റെ ഉള്ളിൽ ചില സമയത്ത് ഇത് മെയിനായിട്ട് ഇത് അത് വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ആർക്കോ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ട് LC, അതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ബയർ ഇഷ്യൂയിങ് ബാങ്കിന് LC ഓപ്പൺ ആക്കാൻ പറയും, LC അഡ്വൈസിങ് ബാങ്കിന് കൊടുക്കും, ഇത് സെല്ലർക്ക് കിട്ടും. പക്ഷേ സെല്ലർ ഈ സമയത്ത് ചിലപ്പോൾ ദ ഹോൾ സെല്ലർ ആയിരിക്കില്ല, കാരണം മാനുഫാക്ചറിങ് മൊത്തം ഇയാളുടെ കയ്യിലായിരിക്കില്ല. സംടൈംസ് സം ഓഫ് ദ പാർട്സ് ആർ എന്താണ് അയാൾക്ക് കിട്ടുന്നത് വേറെ ഏതെങ്കിലും മാനുഫാക്ചർ, കുറച്ചും കൂടി വലിയൊരു മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഇതൊരു സബ്സിഡിയറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കാം ഈ സെല്ലർ. അപ്പോൾ അതിൻ്റെ മേജർ പാർട്ട് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് ചിലപ്പോൾ മാനുഫാക്ചർ വേറെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന LC എന്താണ് ആ ഫുൾ റൈറ്റോട് കൂടി എന്ത് ചെയ്യും, ഈ ബാക്കി അതായത് മാനുഫാക്ചർക്ക്, കാരണം മാനുഫാക്ചറും പ്രൊഡക്ട്സ് തന്നാലാണല്ലോ ആ പ്രൊഡക്റ്റ് ഷിപ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന LC എല്ലാ റൈറ്റോടും കൂടി എന്ത് ചെയ്യും, മാനുഫാക്ചറും കൂടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് ട്രാൻസ്ഫറബിൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. Such the right under a LC cannot be transferred is vested in the beneficiary. A transferable credit is one under. സാധാരണ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. എ ട്രാൻസ്ഫറബിൾ LC ആണെങ്കിൽ ട്രാൻസ്ഫറബിൾ ക്രെഡിറ്റ് ഈസ് വൺ അണ്ടർ വിച്ച് ബെനിഫിഷ്യറി ക്യാൻ ട്രാൻസ്ഫർ ഹിസ് റൈറ്റ് ടു തേർഡ് പാർട്ടി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യും, ഈ റൈറ്റ് എല്ലാം കൂടി കൊടുക്കും. അങ്ങനെയുള്ള LCനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫറബിൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അൺലെസ് സ്പെസിഫിക്കലി സ്റ്റേറ്റഡ് ആൻ LC ഈസ് നോട്ട് ട്രാൻസ്ഫറബിൾ. ഇതിൽ സാധാരണയുള്ള LC എല്ലാവരും ട്രാൻസ്ഫറബിൾ ആണ്. ചില സമയത്ത് നോട്ട് ട്രാൻസ്ഫറബിൾ എന്ന് പറഞ്ഞ് LCയിൽ എഴുതി കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അല്ലാത്തടത്തോളം കാലം നമുക്ക് ഈ LC വി ക്യാൻ ട്രാൻസ്ഫർ ടു തേർഡ് പാർട്ടി. അത് ആ റിസ്ക് എല്ലാവരും ആരുടെ കയ്യിലാണ്, ബെനിഫിഷ്യറിയുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് റിസ്ക്. ബെനിഫിഷ്യറി അഡ്വൈസിങ് ബാങ്കിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്. സോ അതാണ് ട്രാൻസ്ഫറബിൾ ക്രെഡിറ്റ്. അടുത്തത് ബാക്ക് ടു ബാക്ക് ക്രെഡിറ്റ്. ഇത് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ബാക്ക് ടു ബാക്ക്, ദ ബെനിഫിഷ്യറി ഇൻ വിച്ച് ഹൂസ് ഫേവർ ഓഫ് ആൻ LC ഇഷ്യൂഡ് ദ സെയിം ടു ബി ഒബ്റ്റെയിൻഡ് അനദർ ക്രെഡിറ്റ് ഫ്രം ഹിസ് ബെനിഫിഷ്യറീസ് ബാങ്ക് ഇൻ ദ ഫേവർ ഓഫ് അതർ സപ്ലയർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടിയും കൂടി വരികയാണ്. അതായത് നമ്മൾ ബയ്യർ LC ഓപ്പൺ ആക്കി അത് ട്രാൻസ്ഫർ ചെയ്തു, സെല്ലർക്ക് കിട്ടി. സെല്ലർ ഇവിടെ ഇതൊരു ട്രേഡിംഗ് ഏജൻ്റാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഒരു മിഡിൽ മാൻ ട്രേഡറാണെന്ന് വെച്ചോളൂ. ഈ പറഞ്ഞ നമ്മുടെ ബെനിഫിഷ്യറി ഒരു ട്രേഡറാണെന്ന് വെച്ചോളൂ. അപ്പോൾ ഇയാൾക്ക് പ്രൊഡക്ട്സ് എവിടെ നിന്നാണ് ഷിപ്മെൻറ്റിനുള്ള പ്രൊഡക്ട്സ് കിട്ടുന്നത്, ഒരു മാനുഫാക്ചർ കയ്യിൽ നിന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ സെല്ലർ അഡ്വൈസിങ് ബാങ്കിനെ അപ്രോച്ച് ചെയ്തിട്ട് പറയും, ഇവിടെ നിന്ന് വന്നിരിക്കുന്ന LC, അതായത് ഒറിജിനൽ LC, സപ്പോസ് ഒറിജിനൽ LC മേ ബി വി ക്യാൻ സേ ഒരു 2 lakhs ഒരു $2 lakhs LC ആണ് വന്നിരിക്കുന്നത് വെച്ചാൽ $2 lakh LC കൊളാട്രലായിട്ട് വെച്ചിട്ട് എനിക്കൊരു LC പ്രൊവൈഡ് ചെയ്യണം. ആർക്ക് വേണ്ടിയിട്ട്, തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട്, തേർഡ് മാനുഫാക്ചേഴ്സിൻ്റെ ബാങ്കിന് വേണ്ടിയിട്ട് ഒരു LC ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ദാറ്റ് മേ ബി 1.75 lakhsൻ്റെ LC ആയിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്താ, ഒരു 0.25 lakhs 2 lakhsൻ്റെ LC കൊളാട്രൽ വെച്ചിട്ട് 1.75 LC പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ 0.25 ആരുടെ പ്രോഫിറ്റാണ്, സ്ട്രെയിറ്റ് അവേ ഈ പറഞ്ഞ ട്രേഡറിൻ്റെ പ്രോഫിറ്റാണ്. ഇവിടെ നിന്നൊരു LC പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ കൊളാട്രൽ ഏതാണ്, ഒറിജിനൽ LC കൊളാട്രൽ വെച്ചിട്ട് ഇവിടെ നിന്നൊരു സെക്കൻഡ് LC പ്രൊഡ്യൂസ് ചെയ്യും. ഈ LCയുടെ ബിഹാഫിൽ എന്ത് ചെയ്യും, സെയിം പ്രോസസ് തന്നെ ഇവിടെ നടക്കും. LC പ്രൊഡ്യൂസ് ചെയ്യും, മാനുഫാക്ചർ ബാങ്കിലെത്തും, മാനുഫാക്ചർ എന്ത് ചെയ്യും, ഈ LCയുടെ ബിഹാഫിൽ എന്ത് ചെയ്യും. അത് ഓൾറെഡി തന്നെ ഇവിടെ നേരത്തെ തന്നെ കോൺട്രാക്ട് നടന്നു കാണും കേട്ടോ. ഇത്രയും ഷിപ്മെൻറ്റിന് 1.75 lakhs ആണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി തന്നെ എഗ്രിമെൻ്റ് ഒക്കെ നടന്നു കാണും കേട്ടോ. ഇവിടെ നടക്കാറുള്ള പോലെ ഇവിടെ നടന്നു കാണും. അപ്പോൾ ഇവിടെ ട്രേഡർ ഇന്ത്യയിലുള്ള കസ്റ്റമറായിട്ട് വയ്ക്കുന്നത് 2 lakhsനും ഇവിടെ 1.75 lakhsനും ആയിരിക്കും വെക്കുന്നത്. ഓൾറെഡി തന്നെ പ്ലാൻഡ് ആണ്. അപ്പോൾ LC വന്ന ശേഷം ഈ LCയുടെ കൊളാട്രൽ LCയിൽ 1.75 LC കൊടുത്തിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, പ്രൊഡക്ട്സ് ഷിപ്പ് ചെയ്യും.
ഇവിടുന്ന് പ്രൊഡക്ഷൻ ഷിപ്പ് ചെയ്താൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഈ ആൾക്ക് 1.7 ഇവിടെ നിന്ന് തന്നെ ഈ പ്രൊഡക്റ്റ് നേരിട്ട് ഇങ്ങോട്ട് ഷിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, എമൗണ്ട് ഇഷ്യൂയിങ് ബാങ്കിൽ നിന്നുള്ള എമൗണ്ട് അഡ്വൈസിങ് ബാങ്കിൽ 2 lakhs വന്നു കഴിഞ്ഞാൽ ഈ പ്രോഫിറ്റ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള 1.75 lakh മാനുഫാക്ചർക്കും കിട്ടും. സോ ഇതിൽ നമ്മൾ പറഞ്ഞ പ്രോസസ്സിൽ ഒരു തേർഡ് പാർട്ടി ലൈക്ക് ട്രാൻസ്ഫറബിൾ LCയുടെ പോലെ തന്നെ, പക്ഷേ ഇത് ട്രാൻസ്ഫറബിൾ അല്ല, ബാക്ക് ടു ബാക്ക് ആണ്. ഇതൊരു കൊളാട്രൽ വെച്ചിട്ട് 2 lakhs LC കൊളാട്രൽ വെച്ചിട്ട് നമ്മൾ അതിൽ നിന്നും ഔട്ട് ഓഫ് ഒരു 75% LC പ്രൊഡ്യൂസ്, വേറൊരു തേർഡ് LC നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഇതാണ് ബാക്ക് ടു ബാക്ക് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇതാണ് ഇഷ്യൂയിങ് ബാങ്ക് ഉണ്ടാവും, അഡ്വൈസിങ് ബാങ്ക് ഉണ്ടാവും, തേർഡ് ബാങ്ക് ഉണ്ടാവും. ആധാരുടെ ബാങ്കാണ്, മാനുഫാക്ചർ ബാങ്കും കൂടി ഇതിൻ്റെ ഉള്ളിൽ വരും ബാക്ക് ടു ബാക്ക്. കാരണം വൺസ് കൊളാട്രൽ വെച്ചിട്ട് സെക്കൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് ബാക്ക് ടു ബാക്ക് LC എന്ന് പറയുന്നത്. ദെൻ ആൻറ്റിസിപ്പേറ്ററി ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അങ്ങനത്തെ കുറച്ച് ഒരു അനദർ സെക്ഷൻ, ഒരു സെക്ഷനും കൂടി ഉണ്ട്. അതിൽ റെഡ് ക്ലോസ്, ഗ്രീൻ ക്ലോസ്, റിവോൾവിംഗ് ലെറ്റർ ഓഫ് ക്രെഡിറ്റിനൊക്കെ നമ്മൾ ആൻറ്റിസിപ്പേറ്ററി, സാധാരണ നടക്കുന്ന ലെറ്റർ ഓഫ് ക്രെഡിറ്റിനേക്കാളും കുറച്ചും കൂടി ഒരു എന്താ +1 സാധാരണ നടക്കുന്നതാണ്. ഇത്രയും നേരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് സാധാരണ നടക്കാറുള്ള LCസിൻ്റെ കാര്യമാണ്. ഇനി വരാൻ പോകുന്നത് കുറച്ചും കൂടി പ്ലസ്, അതിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് ബെനിഫിഷ്യറിക്ക് പെട്ടെന്ന് പല കാര്യങ്ങളും കിട്ടുക, കുറച്ചും കൂടി ബോണസ് പോയിന്റ്സ് നമുക്ക് പറയാൻ പറ്റും. അത് നമുക്ക് ഇതിനുള്ളിൽ ആൻറ്റിസിപ്പേറ്ററി ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ കിട്ടും. അതൊരു ആൻറ്റിസിപ്പേറ്ററി ആണ് ആ കാര്യങ്ങൾ. അതിൻ്റെ റിസ്ക് മുഴുവനും ഇഷ്യൂയിങ് ബാങ്കിനൊക്കെ ആയിരിക്കും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഫസ്റ്റ് ഈസ് റെഡ് ക്ലോസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഈ റെഡ് ക്ലോസിലും ഗ്രീൻ ക്ലോസിലും നിങ്ങൾ ഓർത്ത് വെച്ചോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ അഡ്വാൻസ് ആണ്. അഡ്വാൻസ് ഇതിൻ്റെ ഉള്ളിൽ വായിച്ചാൽ മനസ്സിലാവും. Usual LC transaction beneficiary will be entailed receiving the payment only on the handing over the document. ഡോക്യുമെൻ്റ് നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമാണ് LCന്ന് നമുക്ക് സാധാരണ പൈസ കിട്ടാനുള്ള സൈറ്റ് LC നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ. ഇവിടെ നിന്ന് LC വന്ന് ഇവിടെ കൊടുത്ത് ഷിപ്മെൻറ്റ് നടത്തി ആ ഡോക്യുമെൻറ്റ് തിരിച്ചെത്തി കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ സൈറ്റ് LCയിൽ പൈസ കൊടുക്കാം. ഇവിടെ ഇൻ certain credit the beneficiary will entail to get the advance of the prices. These credits obtained in the red clause which authorized an intermediary bank to make an advance to the beneficiary before shipment. ഷിപ്മെൻറ്റ് നടത്തിയ ശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കാറ്, സൈറ്റ് LCയിലായാലും ആക്സെപ്റ്റൻസ് LCയിലായാലും ക്യാഷ് നമ്മൾ അഡ്വൈസിങ് ബാങ്ക് ബെനിഫിഷ്യറിക്ക് കൊടുക്കാറ്. അതാണ് നോർമൽ പ്രൊസീജിയർ. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ മേ ബി ഒരു തേർഡ് ബാങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ അഡ്വൈസിങ് ബാങ്ക് ആയിക്കോട്ടെ, LC ഇവിടെ വന്ന ശേഷം ഷിപ്മെൻറ്റിന് മുന്നേ കുറച്ച് കാശ്, കാരണം മേ ബി പാക്കിംഗ് ചാർജസോ അല്ലെങ്കിൽ ഷിപ്മെൻറ്റ് ചാർജസോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വേണ്ടി ഒരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് അഡ്വൈസിങ് ബാങ്കിനോട് കൊടുത്തോളാൻ ഹു വിൽ സേ, ഇഷ്യൂയിങ് ബാങ്ക് അതിൻ്റെ കൂടെ ഓർഡർ ഇറക്കും. അതാണ് പറഞ്ഞത് ആൻറ്റിസിപ്പേറ്ററി എന്ന് പറയാൻ കാരണം ഇത്. ഓക്കെ, ഇഷ്യൂയിങ് ബാങ്ക് അഡ്വൈസിങ് ബാങ്കിനോട് പറയും I will take all the risk in this. Issuing bank will say to give some sort of amount to the for transfer of shipmentന് വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് അഡ്വാൻസ് കൊടുക്കാൻ, സെല്ലർക്ക് അഡ്വാൻസ് കൊടുക്കാനായിട്ട് ഇഷ്യൂയിങ് ബാങ്ക് പറയും. സോ ഓൾ ദ റിസ്ക്കും ഇഷ്യൂയിങ് ബാങ്കിനാണ്. അഡ്വൈസിങ് ബാങ്ക് വിൽ പേ ദാറ്റ് എമൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ ടേംസ് ഇൻ ദിസ് ഇഷ്യൂയിങ് ബാങ്ക്. ആ എമൗണ്ട് കൊടുക്കുന്നു. ആ എമൗണ്ട് റെഡ് ക്ലോസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ അതാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ലെറ്റർ ഓഫ് ക്രെഡിറ്റിലാണെങ്കിൽ ഷിപ്മെൻറ്റ് മുന്നേ തന്നെ, സാധാരണ ഷിപ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ കിട്ടുള്ളൂ. ഇത് ഷിപ്മെൻറ്റിന് മുന്നേ തന്നെ കുറച്ച് എമൗണ്ട് ആർക്ക് കിട്ടും, ഈ സെല്ലർ ഇവിടെ വളരെ ബെനിഫിറ്റഡ് ആണ്. കാരണം ഷിപ്മെൻറ്റ് മുന്നേ തന്നെ കുറച്ച് അഡ്വാൻസ് ഫോർ മേക്കിംഗ് ദ പ്രയർ തിങ്സ്, പാക്കിങ്ങിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിനും വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് കിട്ടും. അതാണ് റെഡ് ക്ലോസിൽ പറയുന്നത്. ദ സെയിം വേ ഗ്രീൻ ക്ലോസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ അതുപോലെ തന്നെയാണ് അഡ്വാൻസിന് കിട്ടുന്നത്. പക്ഷേ അത് കുറച്ചും കൂടി കൂടുതലാണ്. ദിസ് ടൈപ്പ് ഓഫ് LC നോട്ട് ഓൺലി പെർമിറ്റ് പ്രീ ഷിപ്മെൻറ്റ് അഡ്വാൻസ് മാത്രമല്ല, ഇതിൽ സ്റ്റോറേജ് അറ്റ് ദ പോർട്ട് ഓഫ് ഷിപ്മെൻറ്റ്. അപ്പോൾ പ്രീ ഷിപ്മെൻറ്റ് അഡ്വാൻസിന് മാത്രമല്ല, കുറച്ചും കൂടി പെർമിറ്റ് അഡ്വാൻസസ് ടു ദ എക്സ്പോർട്ടർ ടു കവർ സ്റ്റോറേജ് അറ്റ് ദ പോർട്ട് ഓഫ് ഷിപ്മെൻറ്റ്. അപ്പോൾ ശരിക്കും ഷിപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രൊസീജിയറാണല്ലേ. ആ ഷിപ്മെൻറ്റ് അപ്പോൾ LC ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അയാൾക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താണ്, LC വന്നു കഴിഞ്ഞാൽ പ്രൊഡക്ട്സ് ഷിപ്പ് ചെയ്യുക. ഈ പ്രൊഡക്ട്സ് ഷിപ്പ് ചെയ്യുന്നതിന് ഈ ഷിപ്മെൻറ്റ് ഏജൻസീസ് ഉണ്ടാവുമല്ലോ, ഇവിടെ ഷിപ്മെൻറ്റ് ഏജൻസീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇയാളത് പാക്ക് ചെയ്യാനും ബാക്കിയുള്ള കാര്യത്തിന്
റെഡ് ക്ലോസ് ആണെങ്കിൽ അഡ്വാൻസ് കിട്ടും, ഗ്രീൻ ക്ലോസ് ആണെങ്കിൽ അതും കിട്ടും, പ്ലസ് ഈ യാർഡിൽ കൊണ്ടുപോയിട്ട് ഇയാളുടെ പ്രൊഡക്ട്സ് കീപ്പ് ചെയ്യുന്നതിനുള്ളത്, അത് സ്റ്റോറേജ് പോർട്ടിൽ ഷിപ്മെൻറ്റ് പോർട്ടിൽ വെക്കുന്നതിനുള്ള ആ ഒരു കോസ്റ്റും കൂടി, ആ കവറേജും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടിയുള്ള പൈസ ആരായിട്ട് കൊടുക്കും? അഡ്വൈസിങ് ബാങ്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കും, വിത്ത് ദ ടേംസ് ഫ്രം ദ ഇഷ്യൂയിങ് ബാങ്ക്. ഇഷ്യൂയിങ് ബാങ്കുള്ള ടേംസിൻ്റെ ഇതിൽ എന്താണ് അഡ്വൈസിങ് ബാങ്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കും. അതാണ് ഗ്രീൻ ക്ലോസ് LC, ഗ്രീൻ ക്ലോസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ ക്ലോസും റെഡ് ക്ലോസും ആൻറ്റിസിപ്പേറ്ററി ആണ്, കുറച്ച് അഡ്വാൻസ് വിത്തൗട്ട് ഷിപ്മെൻറ്റ്. നമ്മൾ LC ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ കാരണം എന്താണ്? രണ്ട് ഇൻഡിവിജ്വലിനും ട്രസ്റ്റ് ഉണ്ടാവില്ല, കാരണം ഡിഫറെൻറ്റ് കൺട്രീസിലുള്ളതുകൊണ്ട്. അപ്പോൾ കുറച്ച് പെർസെൻറ്റേജ് ഓഫ് പോർഷനാണ് കേട്ടോ, അല്ലാണ്ട് മൊത്തമൊന്നുമല്ല, പെർസെൻറ്റേജ് ഓഫ് പോർഷൻ. അപ്പോൾ ഗ്രീൻ ക്ലോസ് ആകുമ്പോൾ അത് ഗ്രീൻ എങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, യു ഹാവ് ടു ഗിവ് ദ അഡ്വാൻസസ്, അത് ആ LC തന്നെ പറഞ്ഞിട്ടുണ്ടാവും. റെഡ് ക്ലോസിലാണെങ്കിൽ റെഡ് എങ്കിലും അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇതിന് പറയുന്നത്. അടുത്തത് റിവോൾവിംഗ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. റിവോൾവിംഗ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ LC എല്ലാ പ്രാവശ്യവും, ഇപ്പോൾ സപ്പോസ് ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റ് ഒരു മാസത്തിൽ 12 ടൈംസ് നടക്കുന്നു വെച്ചോ, ഒരു വർഷത്തിൽ 12 ടൈംസ് നടക്കുന്നു വെച്ചോ. അതായത് 12 മാസവും ഈ LC ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റും, എല്ലാ ടൈപ്പും LC പ്രൊഡ്യൂസ് ചെയ്യുക, അഡ്വൈസ് കൊടുക്കുക. അപ്പോൾ ഒരു LCയുടെ ബേസിൽ തന്നെ എന്താണ് ആ വൺസ് ഷിപ്മെൻറ്റ് നടന്നു, പേയ്മെൻറ്റ് ഇഷ്യൂയിങ് ബാങ്ക് അഡ്വൈസിങ് ബാങ്കിന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നെക്സ്റ്റ് LCയുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും, വിത്തൗട്ട് മേക്കിംഗ് ആൻ റിട്ടേൺ LC കൊടുക്കാണ്ട് തന്നെ ആ ഒരു സെയിം LCയുടെ പേരിൽ ത്രൂ ഔട്ട് ട്രാൻസാക്ഷൻസ്. ദിസ് ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് though amount is fixed can be renewed as soon as the credit bills have been paid. ഇത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഈ LC ആ ഒരു LC പ്രിപ്പയർ ചെയ്യുള്ളൂ, ആ LCയുടെ ബേസിൽ എന്താണ് ആ 12 മന്ത്സിലും എന്താണ് ഷിപ്മെൻറ്റ് നടക്കും, ക്യാഷ് കിട്ടും, പിന്നെ ഷിപ്മെൻറ്റ് അടക്കും, പിന്നെയും ക്യാഷ് കൊടുക്കും. അപ്പോൾ ഈ ഒരേ LCയുടെ ബേസിൽ ത്രൂ ഔട്ട് ട്രാൻസാക്ഷൻ കവർ ചെയ്യുന്നതിനാണ് എന്താ പറയുന്നത് റിവോൾവിംഗ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ പറയാനുള്ളത്. കുറേ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പ് വേറെയും കൂടി ഉണ്ട്. സോ ഇത്രയാണ് ടൈപ്സ് ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, JBD എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോളൂ.